വെൽക്കം ടു PSC ഡ്രീമേഴ്സ്. എല്ലാവർക്കും PSC ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗവർണർ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരള ഗവർണർ മാറി. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ഇപ്പോൾ രാജേന്ദ്ര വിശ്വാനന്ദ് ആർലേക്കറാണ് നമ്മുടെ ഗവർണർ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാജേന്ദ്ര വിശ്വാനന്ദ് ആർലേക്കർ അദ്ദേഹം 2025 ജനുവരി 2 അധികാരത്തിൽ വന്നത്. 2025 ജനുവരി 2 അധികാരത്തിൽ വന്നു. കേരളത്തിലെ 23ാമത്തെ ഗവർണറാണ് അദ്ദേഹം. കേരളത്തിലെ 23ാമത്തെ ഗവർണർ. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഗോവയാണ്. ബീഹാറിലെ 29ാമത് ഗവർണറായിരുന്നു അദ്ദേഹം. ഹിമാചൽ പ്രദേശിൻ്റെ 21ാമത് ഗവർണറായിരുന്നു. ഗോവയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ഗോവ സർക്കാരിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഗോവ നിയമസഭയുടെ മുൻ സ്പീക്കറുമായിരുന്നു. നമുക്കൊന്നുകൂടെ നോക്കാം. 2025 ജനുവരി 2 അദ്ദേഹം അധികാരത്തിൽ വന്നത്. കേരളത്തിലെ 23ാമത്തെ ഗവർണറായിരുന്നു. ഗോവയാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം. ബീഹാറിലെ 29ാമത്തെ ഗവർണറായിരുന്നു. ഹിമാചൽ പ്രദേശിൻ്റെ 21ാമത് ഗവർണറായിരുന്നു. ഗോവയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ഗോവ സർക്കാരിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഗോവയുടെ മുൻ നിയമസഭാ സ്പീക്കറുമാണ് അദ്ദേഹം. ഇനി നമുക്ക് ഗവർണർ എന്ന ടോപ്പിക്കിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണത്തിൻ്റെ തലവനാണ് ഗവർണർ. സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണത്തിൻ്റെ തലവനാണ് ഗവർണർ. അടുത്തത്, ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 153. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 153. അടുത്ത പോയിൻ്റ്, ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 6. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 6. അടുത്ത പോയിൻ്റ്, രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. സാധാരണ ഇത് ഗവർണറുടെ കാലാവധി എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള അത്രയും നാളാണ്. സാധാരണ അത് 5 വർഷമാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 156. അടുത്ത പോയിൻ്റ്, ഗവർണറുടെ സാലറിയാണ് 3.5 ലക്ഷം രൂപയാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണെന്ന് ചോദിച്ചാൽ പട്ടിക 2. ഗവർണറുടെ ശമ്പളത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക 2. അടുത്ത പോയിൻ്റ്, ഗവർണറാണ് നമ്മുടെ സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നത്. സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണത്തിൻ്റെ തലവനാണ് ഗവർണർ. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 153. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 6. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണറുടെ കാലാവധി രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള അത്രയും നാളാണ്. സാധാരണയായത് 5 വർഷമാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 156. അദ്ദേഹത്തിൻ്റെ സാലറിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 2. അദ്ദേഹത്തിൻ്റെ സാലറി 3.5 ലക്ഷം രൂപയാണ്. സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നതും ഗവർണറാണ്. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി 1956 7ാം ഭേദഗതി. ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി 1956 7ാം ഭേദഗതി. അടുത്ത പോയിന്റ്, ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ. ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ. അടുത്ത പോയിന്റ്, ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിലും സത്യപ്രതിജ്ഞ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലാണ്. ഗവർണർ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. നീക്കം ചെയ്യേണ്ടതും രാഷ്ട്രപതിയാണ്. ഒന്നുകൂടെ നോക്കാം. ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി 1956 7ാം ഭേദഗതി. ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ.
ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണർ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്ക്. ഗവർണറെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. ഇനി നമുക്ക് യോഗ്യതകൾ നോക്കാം. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് ഗവർണറാകാം. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്ത പോയിന്റ്, മറ്റ് വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെടരുത്. മറ്റ് വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെടരുത്. സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്കും ഗവർണറാകാം. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമസഭാംഗത്വം രാജിവെക്കണം. പിന്നെ നമ്മൾ കണ്ടു കാലാവധിയുടെ കാര്യം 5 വർഷം. പിന്നെ ഗവർണറുടെ അധികാരങ്ങളാണ്: മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും നിയമിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നതും ഗവർണറാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, മറ്റംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതും ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതും ഗവർണറാണ്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, മറ്റംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതും ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതും ഗവർണറാണ്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്യുവാനും സഭ വിളിച്ചു ചേർക്കുവാനും പിരിച്ചുവിടാനും ഗവർണർക്ക് അധികാരമുണ്ട്. സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്യുവാനും സഭ വിളിച്ചു ചേർക്കാനും പിരിച്ചുവിടാനും ഗവർണർക്ക് അധികാരമുണ്ട്. ഭരണഘടനാ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം. നിയമസഭ സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. നിയമസഭ സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 213. നമുക്കറിയാം രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 123 ആണ് 123. ഗവർണറുടെ ഓർഡിനൻസ് അധികാരം പറയുന്ന ആർട്ടിക്കിൾ 213. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ PSC സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവയുടെ റിപ്പോർട്ടുകൾ സംസ്ഥാന നിയമസഭയുടെ മുൻപാകെ സമർപ്പിക്കുന്നത് ഗവർണറാണ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ശേഷം ഒരു ബില്ല് ഗവർണർക്ക് അയക്കുമ്പോൾ ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ്. ആ ബില്ലിന് അനുമതി നൽകാം. വീണ്ടും പരിഗണിക്കുന്നതിനായി ബിൽ തിരികെ നൽകാം. അത് മണി ബിൽ അല്ലെങ്കിൽ മാത്രം. പിന്നെ അത് രാഷ്ട്രപതിയുടെ അനുമതിക്കായി തടഞ്ഞു വെക്കാം. ഇത്രയാണ് ഗവർണറുടെ അധികാരങ്ങൾ. പിന്നെ വരുന്നത് ഗവർണർക്ക് കൈവശം വയ്ക്കാവുന്ന ബില്ലുകൾ ഏതൊക്കെയാണെന്നാണ്. ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായവ, സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾക്ക് വിരുദ്ധമായവ, രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് എതിരായവ, രാജ്യത്തിന് ദോഷകരമായവ, ഭരണഘടനയുടെ അനുച്ഛേദം 31A പ്രകാരം നിർബന്ധിത സ്വത്ത് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടവ. ഇത്രയാണ് ഒരു ബില്ലിനെ സംബന്ധിച്ച് ഗവർണർക്കുള്ള അധികാരങ്ങൾ വരുന്നത്. അപ്പം എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് നമുക്ക് ആർട്ടിക്കിളുകളാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 153 നമ്മൾ പറഞ്ഞു, ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. അടുത്തത് ആർട്ടിക്കിൾ 154, സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ഗവർണറാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അടുത്തത് ആർട്ടിക്കിൾ 155. അതിൽ പറയുന്നത് ഗവർണറുടെ നിയമനത്തിനെ കുറിച്ചിട്ടാണ്. ഗവർണറുടെ നിയമനത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 155. അടുത്തത് ആർട്ടിക്കിൾ 156, ഗവർണറുടെ കാലാവധി. അടുത്തത് ആർട്ടിക്കിൾ 157, ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ. അടുത്തത് ആർട്ടിക്കിൾ 158, ഗവർണറുടെ ഉദ്യോഗത്തിൻ്റെ വ്യവസ്ഥകൾ. ആർട്ടിക്കിൾ 159, ഗവർണറുടെ സത്യപ്രതിജ്ഞ. ആർട്ടിക്കിൾ 161, മാപ്പ് നൽകാനും ശിക്ഷാവിധി നിർത്തിവെക്കാനുമുള്ള ഗവർണറുടെ അധികാരം. അടുത്തത് ആർട്ടിക്കിൾ 163, ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുവാനും ഉപദേശിക്കുവാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അടുത്തത് ആർട്ടിക്കിൾ 176, ഗവർണറുടെ വിശേഷാൽ അഭിസംബോധന. അടുത്തത് ആർട്ടിക്കിൾ 361, കോടതി ഇടപെടലുകളിൽ നിന്ന് ഗവർണറെ സംരക്ഷിക്കുന്നതിനുള്ള വകുപ്പ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ വരുന്നത്.
ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. അടുത്ത നമ്മുടെ ഗവർണറായിട്ടുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി വി പി മേനോൻ. ഒഡീഷ സംസ്ഥാനത്തിൻ്റെയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി വി പി മേനോൻ. സംസ്ഥാനം ഒഡീഷ. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി വി ഗിരി. കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി വി ഗിരി. അടുത്ത പോയിന്റ്, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി വിശ്വനാഥൻ. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി വിശ്വനാഥൻ. അദ്ദേഹം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്നതും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തിയും വി വിശ്വനാഥൻ തന്നെയാണ്. അടുത്ത പോയിന്റ്, കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി MOH ഫാറൂഖ്. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി MOH ഫാറൂഖ്. അടുത്ത പോയിന്റ്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവം. അടുത്ത പോയിന്റ്, ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ മരിച്ച ആദ്യ ഗവർണർ സിക്കന്ദർ ഭക്ത്. ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ മരിച്ച ആദ്യ ഗവർണർ സിക്കന്ദർ ഭക്ത്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ ആക്ടിംഗ് ഗവർണർ PS റാവു. കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ PS റാവു. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായ വ്യക്തി MM ജേക്കബ്. മേഘാലയ സംസ്ഥാനത്തിൻ്റെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായ വ്യക്തി MM ജേക്കബ്, മേഘാലയ സംസ്ഥാനം. അടുത്ത പോയിന്റ്, കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ വ്യക്തി പട്ടം താണുപിള്ള, പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെയാണ്. കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ വ്യക്തി പട്ടം താണുപിള്ള, പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെയാണ്. ഇന്ത്യയിൽ ഗവർണറാകുന്ന ആദ്യ വനിത സരോജിനി നായിഡു. ഇന്ത്യയിൽ ഗവർണറാകുന്ന ആദ്യ വനിത സരോജിനി നായിഡു. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ കാലം ഗവർണറായ വനിത പത്മജ നായിഡു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായ വനിത പത്മജ നായിഡു. അടുത്ത പോയിന്റ്, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി, തമിഴ്നാടിൻ്റെയാണ്. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി, തമിഴ്നാട്. പിന്നെ നമ്മുടെ കേരള ഗവർണറായിട്ടുള്ള വനിതകളാണ്. ആദ്യത്തെ ജ്യോതി വെങ്കിടാചലം. രണ്ടാമതായി കേരള ഗവർണറായത് രാം ദുലാരി സിൻഹ. മൂന്നാമത് ഷീല ദീക്ഷിത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു.